പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പ് കാലത്തിൻ്റെ പുണ്യം പൂക്കുന്ന ഈ സവിശേഷ സമയത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം വന്നെത്തിയിരിക്കുന്നു. നോമ്പ് കാലത്തിൽ 50 നോമ്പ് ദിവസത്തിൽ ഇത് 7-ാം ദിവസമാണ്. ഈ കർത്താവിൻ്റെ ദിവസം, ഞായറാഴ്ച ദിവസം എല്ലാവർക്കും സമൃദ്ധമായ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന സക്കേവൂസിൻ്റെ കഥയാണ്. പൊക്കത്തിൽ ചെറുതായിരുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ കാണാൻ എന്ത് ചെയ്തെന്നും ദൈവം അദ്ദേഹത്തെ എങ്ങനെ കണ്ടെത്തിയെന്നും നമുക്ക് പറഞ്ഞു തരുന്ന വലിയ ഒരു തിരുവചന ഭാഗം. നോമ്പുകാലം പ്രധാനമായും മാനസാന്തരത്തെ ലക്ഷ്യം വെക്കുന്ന സമയമാണ്. സക്കേവൂസിൻ്റെ മാനസാന്തരമാണ് ഇന്നത്തെ സുവിശേഷ പാഠം. തൻ്റെ ജീവിതത്തിൽ നിന്ന് 2 പ്രധാന സന്ദേശങ്ങൾ ഇന്ന് സക്കേവൂസ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഒന്നാമത്, നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും അതിനുവേണ്ടി സാധാരണയിൽ കവിഞ്ഞ രീതിയിൽ പ്രയത്നിക്കാൻ മനസ്സുമുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ തേടി വരും. ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്നതിലേറെ തന്നെ നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് സക്കേവൂസിൻ്റെ കഥ നമ്മളെ ഒന്നാമതായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. സക്കേവൂസിന് കോംപ്ലക്സ് അടിച്ചിരിക്കാനുള്ള ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സമൂഹത്തിൽ വലിയ ഒരു സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു, ധനവാനായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ശാരീരികമായ വ്യക്തിപരമായ ചില ദൗർബല്യങ്ങളുണ്ടായിരുന്നു. പൊക്കമില്ലായിരുന്നുവെന്ന് സുവിശേഷം അതേക്കുറിച്ച് പറയുന്നു. ശരീരത്തിൻ്റെ ഒരു പൊക്കം മാത്രമായിരിക്കില്ല അത്. ആത്മീയമായ ജീവിതത്തിൽ പൊക്കമില്ലാത്ത ഒരു മനുഷ്യൻ, സമൂഹത്തിൽ ആളുകളുടെ ഇടയിൽ ബഹുമാനത്തിൻ്റെ പൊക്കമില്ലാത്ത മനുഷ്യൻ, ഇങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പൊക്കമില്ലായ്മയെ നമ്മൾ വായിച്ചും ധ്യാനിച്ചും എടുക്കേണ്ടതുണ്ട്. എന്നാൽ തനിക്ക് പൊക്കമില്ല, പൊതുസമൂഹത്തിലെ അംഗങ്ങൾക്ക് തന്നോട് ബഹുമാനമില്ല, സ്നേഹമില്ല, മാത്രമല്ല ഒരു ഔദ്യോഗിക ജോലി ആ കാലത്തെ ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തനിക്ക് ജോലി തിരക്കുകളും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈശോയെ കാണുന്ന കാര്യം ഒഴിവാക്കാനും മാറ്റിവിടാനും അദ്ദേഹത്തിന് പല കാരണങ്ങൾ കണ്ടെത്താമായിരുന്നു. ഇത്തരം ഒഴിവുകളൊന്നും അദ്ദേഹം കാണുകയല്ല, മറിച്ച് കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ കുറവുകളെ എങ്ങനെ പരിഹരിക്കാമെന്ന് അദ്ദേഹം സ്വയം കണ്ടെത്തുകയും അതിനുവേണ്ട പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തുവെന്നാണ് തുടർന്നു വരുന്ന തിരുവചന ഭാഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹം ഈശോയെ കാണാൻ ആദ്യമായി ആഗ്രഹിച്ചു. ഈശോയിലേക്ക് എത്തുന്നതിനുള്ള ഒരു പ്രധാന കാരണം, ആദ്യത്തെ പടി ഉള്ളിലുണ്ടാവേണ്ട ആഗ്രഹമാണ്. നമുക്കും ഈശോയെ യഥാർത്ഥത്തിൽ കണ്ടെത്താനുള്ള ആഗ്രഹമുണ്ടോ എന്ന് ചിന്തിക്കണം. ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായില്ല, ആഗ്രഹം നിവൃത്തിയാകാൻ വേണ്ടി അതിനുള്ള വഴികൾ അദ്ദേഹം കണ്ടെത്തി. ആ വഴികളിലൂടെ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. ഈശോ വരാൻ സാധ്യതയുള്ള വഴി ഏതെന്ന് ഒരുപക്ഷെ അന്വേഷിച്ചറിഞ്ഞ് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി. ആ വഴിയിൽ ഈശോയെ എങ്ങനെ കാണാം, എങ്ങനെ അടുത്ത് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തി. അതിനാണ് അദ്ദേഹം ആൾക്കൂട്ടത്തിന് മുമ്പേ ഓടി വഴിയിലുള്ള മരത്തിൽ കയറി. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒട്ടും ശീലമില്ലാത്ത ഒരു കാര്യമായിരുന്നിരിക്കാം ഒരു മരത്തിൽ കയറ്റം. പക്ഷേ തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്ത് അധ്വാനവും എടുക്കാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹം ആ മരത്തിൽ വലിഞ്ഞു കയറി എന്നൊരു പക്ഷെ നമുക്ക് ഭാവനയിൽ കാണാം. തൻ്റെ ബലഹീനതകളെ മറന്ന് ലക്ഷ്യം നേടാനുള്ള വഴികൾ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമത്തെ, ആ മനസ്സിനെ ഈശോ കണ്ടു എന്നാണ് തുടർന്നുള്ള ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈശോ ആ വഴിയെ തന്നെ വരുന്നു. അവിടെ എത്തിയപ്പോൾ പതിവിന് വിപരീതമായി മുകളിലേക്ക് നോക്കുന്നു, സക്കേവൂസിനെ കാണുന്നു, വിളിച്ച് താഴെ ഇറക്കുന്നു. അകലെ നിന്നൊന്ന് കാണാൻ ആഗ്രഹിച്ച ആ മനുഷ്യനെ തൊട്ടടുത്ത് കാണാനുള്ള അവസരം ഈശോ ഒരുക്കി. അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് ഈശോ പറയുന്നു, ഞാനിന്ന് നിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഇതിനെല്ലാം കാരണം സക്കേവൂസിന് ഈശോയെ കാണണമെന്നുള്ള ആഗ്രഹവും അത് പൂർത്തിയാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പരിശ്രമവുമാണ്. സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലം നമുക്ക് അതിസ്വാഭാവികമായ രീതിയിൽ സക്കേവൂസിനെ പോലെ ഈശോയെ കാണാൻ അധ്വാനിക്കാനുള്ള സമയമാണ്. ത്യാഗങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി അധ്വാനിക്കുമ്പോൾ ദൈവം അതിനെ കാണാതെ പോവില്ല. നമ്മൾ നടത്തുന്ന അധ്വാനത്തെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. കാനായിലെ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോ അത്ഭുതകരമായി പെട്ടെന്ന് 6 കൽഭരണികളിലേക്ക് വീഞ്ഞുണ്ടാക്കുകയല്ല ചെയ്തത്. സേവകര് വെള്ളം കോരി വെച്ചതിനെയാണ് ഈശോ ആശീർവദിച്ച് മേൽത്തരം വീഞ്ഞാക്കുന്നത്. കുട്ടികൾക്കിത് പരീക്ഷാകാലമാണ്. പരീക്ഷയെ ഭീതിയുള്ള
ആത്മവിശ്വാസം കുറവുള്ള ആളുകൾക്കും ഈശോ നൽകുന്ന സന്ദേശം ഇതാണ്: നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയവും സാഹചര്യങ്ങളും ഉപയോഗിച്ച് നന്നായി അധ്വാനിക്കുക, സമയം നന്നായി വിനിയോഗിക്കുക. നിങ്ങളുടെ ആ അധ്വാനത്തെ, ആ പരിശ്രമത്തെ, ആ പ്രയത്നത്തെ ദൈവം കാണാതെ പോവില്ല. സക്കേവൂസിൻ്റെ ജീവിതം ഒന്നാമതായി നമുക്ക് നൽകുന്ന ഒരു കാര്യം ഇതാണ്: നമുക്ക് ഈശോയെ കാണാനുള്ള ആഗ്രഹം, ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ, ആ ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, ആ ലക്ഷ്യങ്ങളെ, ആ ആഗ്രഹങ്ങളെ, പരിശ്രമങ്ങളെ ഈശോ കാണാതെ പോകില്ല എന്നുള്ള വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശമാണ് സക്കേവൂസ് ആദ്യമായി ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായി സക്കേവൂസ് നമുക്ക് നൽകുന്ന ഒരു പ്രധാന ഓർമ്മപ്പെടുത്തൽ, ഈശോ എന്ന ഏറ്റവും വലിയ സ്വത്തിനെ കണ്ടെത്തിയപ്പോൾ അതുവരെ അദ്ദേഹം സ്വത്തെന്ന് കരുതിയിരുന്ന പണമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായി. വിലയേറിയ രത്നം അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യാപാരിയെക്കുറിച്ച് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. തിരുഈശോ അങ്ങനെ അവിടെ പറയുന്നല്ലോ, വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് അയാൾ ആ രത്നം വാങ്ങുന്നു. സക്കേവൂസിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതുതന്നെയാണ്. ഈശോ എന്ന വലിയ രത്നത്തെ, വിലമതിക്കാനാവാത്ത ആ അമൂല്യ നിധിയെ കണ്ടെത്തിയപ്പോൾ താൻ ഇതുവരെ വലിയ നിധിയായും സ്വത്തായും സമ്പത്തായും കരുതിയിരുന്ന ഭൗതികമായ പണം അത് പല രീതിയിൽ അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതാണ് ഏറ്റവും വലുതെന്ന് അദ്ദേഹം കരുതിയിരുന്നു. അതെല്ലാം പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നു. താൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഒരു കൺഫെഷൻ, ഒരു ഏറ്റുപറച്ചിൽ കൂടി നടത്തുകയാണ്. വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. സ്വത്തിലുള്ളത് പകുതി അദ്ദേഹം നേരത്തെ തന്നെ ഇതാ മറ്റുള്ളവർക്കായി മാറ്റിവെച്ചിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ഏറ്റവും വലിയ സ്വത്തിനെ കണ്ടെത്തി എന്നുള്ളതാണ്. വഞ്ചിച്ചെടുത്തതിന് പരിഹാരം ചെയ്യാനും അദ്ദേഹം തയ്യാറാകുന്നു. ദൈവമെന്ന വലിയ സ്വത്ത് ഉള്ളിൽ വന്നപ്പോൾ സക്കേവൂസിന് 2 ബോധ്യങ്ങൾ കിട്ടി. ഒന്ന്, തന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, മറ്റുള്ളവരെ കുറിച്ച് കൂടി ചിന്തിക്കണം. ദൈവം ഉള്ളിൽ വരുന്ന ഒരു മനുഷ്യൻ്റെ പ്രധാന ലക്ഷണം അതാണ്. ദൈവത്തോട് മാത്രമല്ല ബന്ധം, മറിച്ച് ദൈവം ഉള്ളിൽ വരുമ്പോൾ സ്വാഭാവികമായും സഹോദരനെക്കുറിച്ച്, ചുറ്റുമുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ട് ഈശോ ഒന്നും ചോദിക്കാതെ തന്നെ സക്കേവൂസ് പറയുന്നു, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ എൻ്റെ മറ്റുള്ളവർക്ക്, കൂടെയുള്ളവർക്ക്, സഹോദരങ്ങൾക്ക് ദാനം ചെയ്യുന്നു. രണ്ടാമത് സക്കേവൂസിന് കിട്ടിയ ബോധ്യം ഇതാണ്: അവരെക്കുറിച്ച് വെറുതെ ചിന്തിച്ചതുകൊണ്ട് മാത്രമായില്ല, അത് അവരെ സഹായിച്ചുകൊണ്ട് വേണം, അവരെ പറ്റുന്ന രീതിയിൽ സേവിച്ചുകൊണ്ട് വേണം അവരെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് തനിക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യാൻ സക്കേവൂസ് തയ്യാറാകുന്നത്. ദൈവത്തെ ഉള്ളിൽ കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായും ദൈവത്തോട് മാത്രമല്ല നമ്മുടെ ബന്ധം, മറിച്ച് നമ്മൾ അറിയാതെ നമ്മുടെ ബന്ധം സഹോദരങ്ങളിലേക്കും പടരും, അല്ലെങ്കിൽ പടരേണ്ടതാണ്. സഹോദരങ്ങളെക്കുറിച്ച് നമുക്ക് ഈ നോമ്പ് കാലത്ത് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിലേക്കും പ്രോപ്പറായിട്ട് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. സ്നേഹമുള്ളവരെ, 2 പ്രധാന കാര്യങ്ങളാണ് ഈശോയുടെ ഈശോയുമായുള്ള ഈ കണ്ടുമുട്ടലിൽ നിന്ന് ഇന്ന് നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാനായി സക്കേവൂസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന്, ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന സമയമാണ്, പ്രത്യേകമായി കാണാൻ ആഗ്രഹിക്കുന്ന സമയമാണ് നോമ്പുകാലം. ഈശോയെ കുറച്ചുകൂടി നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന, ഈശോയെ കുറച്ചുകൂടി അടുത്ത് കാണാൻ ആഗ്രഹിക്കുന്ന സമയമാണ് നോമ്പുകാലം. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യണം. സക്കേവൂസ് മരത്തിൽ കയറിയതുപോലെ നമുക്കിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ: വിശുദ്ധ കുർബാനയിൽ കൂടുതലായി പങ്കെടുക്കുക, കുരിശിൻ്റെ വഴി കൂടുതലായി പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ഉപവാസം, ദാനധർമ്മം, പ്രാർത്ഥന, ഇതെല്ലാം കൂടുതലായി ചെയ്യുക. അതെല്ലാം ഈശോയെ കൂടുതൽ അടുത്ത് നന്നായി കാണാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ കൂടുതൽ നന്നായി കാണാൻ നമ്മൾ ഈ കാലത്ത് പരിശ്രമിക്കണം. അത് വാക്കുകളിലെ സ്നേഹത്തിൽ ഒതുക്കാതെ, ചിന്തയിലെ കാര്യങ്ങളിൽ ഒതുക്കാതെ, അത് അവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടുകൂടിയാവണം എന്ന്, നമുക്കുള്ളത് പങ്കുവെച്ച് കൊടുത്തുകൊണ്ടുകൂടിയാവണമെന്ന് സക്കേവൂസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെയും സഹോദരങ്ങളെയും കൂടുതൽ നന്നായി കാണാൻ, കൂടുതൽ അടുത്ത് കാണാൻ ഈ നോമ്പ് കാലത്തിൻ്റെ ആത്മീയ അനുഷ്ഠാനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ ഈ ദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.